ഇന്ത്യ പാക് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ അടച്ച രാജ്യത്തെ 32 വിമാനത്താവളങ്ങൾ പ്രവർത്തനം ആരംഭിച്ചതായി എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ. വെടിനിർത്തൽ കരാറിന് പിന്നാലെയാണ് വിമാനത്താവളങ്ങൾ പ്രവർത്തനം ആരംഭിക്കാൻ തീരുമാനിച്ചത്. അതേസമയം വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് പിന്നാലെ അതിർത്തികൾ ശാന്തമായി തുടരുന്നു. രാജസ്ഥാൻ, പഞ്ചാബ്, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിൽ ജനജീവിതം സാധാരണ നിലയിലായി. വിവരങ്ങളുമായി സ്വാതി സന്തോഷ് ചേരുന്നു ദില്ലിയിൽ നിന്നും. സ്വാതി, 32 വിമാനത്താവളങ്ങൾ കൂടി തുറന്ന് പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് വളരെ ആശ്വാസമാണ്. എല്ലാം സാധാരണ നിലയിലേക്ക്, സമാധാനത്തിൻ്റെ നിലയിലേക്ക് വരുന്നു കാര്യങ്ങൾ. എന്താണ് കൂട്ടിച്ചേർക്കാൻ കഴിയുന്നത്? സിജു, ഈ വെടിനിർത്തൽ പ്രഖ്യാപനം വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ജനങ്ങൾക്ക് ആശ്വാസമേകുന്ന മറ്റൊരു വാർത്ത കൂടി വരുന്നത്. രാജ്യത്തെ അടച്ചിട്ടിരുന്ന 32ഓളം വിമാനത്താവളങ്ങൾ വീണ്ടും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് എന്ന് ഇപ്പോൾ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ പുറത്തുവിട്ടിട്ടുള്ള പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെയും ഇത് സംബന്ധിച്ച ഈ ഫ്ലൈറ്റ് സർവീസുകൾ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും വെബ്സൈറ്റിൽ ഇനി മുതൽ ലഭ്യമാണ്. അത്തരത്തിൽ ജനങ്ങൾക്ക് പൂർണ്ണമായും സന്തോഷവും ഏകുന്ന അല്ലെങ്കിൽ സമാധാനത്തിന്റെ അന്തരീക്ഷം ഉണ്ടാകുന്നു എന്ന് സൂചിപ്പിക്കുന്ന വാർത്തകൾ തന്നെയാണ് ലഭിക്കുന്നത്. മാത്രമല്ല, അതിർത്തി പ്രദേശങ്ങൾ പൂർണ്ണമായും സാധാരണഗതിയിലേക്ക് മാറിയിട്ടുണ്ട്. രജൌരി, കുപ്വാര അടക്കമുള്ള പൂഞ്ച് ഉൾപ്പെടെയുള്ള ആക്രമണങ്ങൾ നിരന്തരമായി ഉണ്ടായിട്ടുള്ള മേഖലകളിലടക്കം കടകൾ തുറന്നു പ്രവർത്തിക്കുകയും അതോടൊപ്പം ജനജീവിതം സാധാരണഗതിയിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. അതിർത്തി സംസ്ഥാനങ്ങൾക്കും കൃത്യമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ പോലും അവിടെയുമൊക്കെയും ജനങ്ങൾ സാധാരണഗതിയിലേക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും സമാധാനവും കഴിഞ്ഞ രാത്രിയിലൊന്നും തന്നെയും ഒരു ആക്രമണ സംഭവങ്ങളോ പ്രകോപനങ്ങളോ ഒന്നും തന്നെയും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അതിർത്തികൾ പൂർണ്ണമായും ശാന്തമാണ് എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരങ്ങളിലൂടെ വ്യക്തമാകുന്നത്. അതേസമയം തന്നെ കൃത്യമായ ജാഗ്രത BSFനടക്കം കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിർത്തി മേഖലകളിൽ ആക്രമണങ്ങൾ ഉണ്ടാകാത്ത പശ്ചാത്തലത്തിൽ പോലും സൈന്യം കൃത്യമായ ജാഗ്രത നടത്തണം. അതോടൊപ്പം തന്നെ ഈ ഗതാഗത സംവിധാനങ്ങളൊക്കെയും ജമ്മു കാശ്മീരിലെ വിവിധ പ്രദേശങ്ങളിൽ പോകുമ്പോഴും പരിശോധനകൾ കൃത്യമായി തന്നെ നടത്തണം. ഓരോ വാഹനങ്ങളും പരിശോധനയ്ക്ക് ശേഷം മാത്രമേ കടത്തിവിടാവൂ എന്നതിലുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ തന്നെയാണ് തുടരുന്നത്. എന്നിരുന്നാലും ഇപ്പോൾ നിരവധിയായിട്ടുള്ള ഏറ്റവും സന്തോഷകരമേറുന്ന സമാധാനത്തിന്റെ വാർത്തകൾ തന്നെയാണ് അതിർത്തി മേഖലകൾ സംബന്ധിച്ചു വരുന്നത്. ജമ്മു കാശ്മീരും രാജസ്ഥാനും പഞ്ചാബും ഒക്കെ സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. വെടിനിർത്തൽ കരാർ വന്നതിന് പിന്നാലെ അതിർത്തികൾ ശാന്തമായി 32 വിമാനത്താവളങ്ങൾ കൂടി തുറന്നു.